വിശ്വനാടകകൃത്ത് ഷേക്സ്പിയർ മുതൽ ഭാരതത്തിന്റെ അഭിമാന ബ്രഹ്മാണ്ഡ നാടക കുലപതി കാളിദാസൻ തുടങ്ങിയവരുടെയെല്ലാം കൃതികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള നാടകവേദിയും 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ സജീവമാകുന്നത്. കേരളത്തിന്റെ തനതായ കലകൾക്കൊപ്പം തന്നെയാണ് മലയാളത്തിന്റെ നാടകവേദിയും അരങ്ങുകളിൽ ആടിത്തിമർത്തുകൊണ്ട് വളർന്നത്. എന്നാൽ ഒരു വശത്ത് സംസ്കൃതത്തിന്റെ വരേണ്യത്വവും മറുവശത്ത് ഇമ്പമുള്ള പാട്ടും സ്ത്രീകളുടെ ആട്ടവുമായി അരങ്ങുവാണിരുന്ന തമിഴ് നാടക സംഘങ്ങളുടെ സ്വാധീനവുമായി 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ മലയാള നാടകവേദി ഇഴഞ്ഞു നീങ്ങി. പിന്നീട് 1950-കൾക്ക് ശേഷം സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞ് സാമൂഹ്യ മാറ്റത്തിന്റെ മാറ്റൊലികൾ ജനമനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ച നാടകങ്ങളുമായി KPAC-യും മറ്റു നാടക സംഘങ്ങളും മലയാള നാടകവേദിയെ ഊർജ്ജസ്വലമാക്കി. ടോപ്പിൽ ഭാസി, KT മുഹമ്മദ്, ജഗതിയൻ കെ ആചാര്യ, NN പിള്ള തുടങ്ങിയ അതുല്യ പ്രതിഭകൾ അവരുടെ നാടകങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരുപാട് അനശ്വര കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായി. KPAC-യുടെ ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിനെ ഉളകം കൊള്ളിക്കുകയും അടിയക്കിടാത്തിയുടെ പൊന്നരിവാൾ സ്വപ്നങ്ങൾ അമ്പിൾ നിലാവത്ത് നെൽക്കതിരായി പെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ജനതയുടെ സ്വത്വബോധത്തിന്റെ അടയാളങ്ങളായ ആ പഴയ ഗാനങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഇന്നും ഗൃഹാതൃത്വത്തിന്റെ ചെപ്പുവിലെത്തുന്ന ചങ്ങാതിമാരാണ്. ഹൃദയപുളകങ്ങളായ ഒരുപാട് അനശ്വര ഗാനങ്ങളുടെ ബലികുടീരങ്ങളിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മലയാള നാടകങ്ങളുടെ പ്രയാണം ഇന്നും തുടരുന്നു. മനസ്സിലേറ്റപ്പെട്ട നാടകങ്ങളും നാടക പ്രസ്ഥാനങ്ങളും ഇന്നും കേരളത്തിൽ ധാരാളമുണ്ട്. നാടകങ്ങളെ ഇഷ്ടപ്പെടുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും സിൽവാസ കലാവേദി ടീമിന്റെ അഭിവാദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. രാത്രി 10 മണിക്ക് തന്നെ പ്രശസ്ത സീരിയൽ താരം പരസ്പരം പ്രസാദ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നാടകം എന്താണ് അതിന്റെ പേര്? അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം. എന്താണ് അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം? ചന്തിക്ക് തേക്കുന്ന കുമ്മായം. അന്തിക്ക് പൂക്കുന്ന കുമ്മായം എന്ന നാടകം ഉണ്ടായിരിക്കുന്നതാണ്. അതെ, നമുക്ക് ആ നാടകക്കാരെ ഒന്ന് പരിചയപ്പെടുത്തുമല്ലേ? ഓക്കെ. ഈ നാടകത്തിലെ മെയിൻ നടൻ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. പേരങ്ങോട്ട് ചോദിക്കും. എന്താ പേര്? ചമ്പക്കുളം തങ്കപ്പൻ. ഇങ്ങനെയുടെ മീശകളുടെ ചമ്പക്കുളം ചുണ്ടമ്പള്ളാണെന്നേ പറയുള്ളൂ. അതേട്ടാ, കഴിഞ്ഞ വഴിക്ക് നിങ്ങളുടെ നാടകം കണ്ടായിരുന്നു. ആ നാടകത്തിലെ മുഴുവൻ ആർട്ടിസ്റ്റുകളും കംപ്ലീറ്റ്
തെറ്റാ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ നാടകത്തിന്റെ പേര് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. എന്താ പേര്? അക്ഷരത്തെറ്റ്. പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ, 20 പേർക്കുള്ള ഫുഡിങ് എത്തിക്കണേ. നിങ്ങൾ പറഞ്ഞത് പ്രകാരം 20 പേർക്കുള്ള പുട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പുട്ട 20 പേർക്കുള്ള ഫുഡാണ് പറഞ്ഞത്. നിങ്ങളുടെ ഞാൻ ചോദിച്ചല്ലേ കഴിക്കാൻ വേണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് 20 പേർക്ക് പുട്ട് വേണം. ഞാൻ 20 കുട്ടി പുട്ട് കൊണ്ടുവന്നു. ഇപ്പൊ അത് പോയെന്നാ. സത്യം പറഞ്ഞ ഇവിടുത്തെ കമ്പനി തീരുമാനം തേയിലും ചപ്പാത്തി മേടിക്കാനായിരുന്നു. ഞാൻ ഒറ്റ കാരനാണ് 20 കുറ്റി പുട്ടുണ്ടാക്കിയത്. സാധാരണ ചുട്ട ചാമ്പും കേട്ടില്ല വെള്ളോട് കിട്ടുന്നു. പുട്ടാക്കി പുട്ട്. എന്താ ഒന്നുമല്ലെങ്കിൽ നീ ഇവിടുത്തെ സെറ്റ് കെട്ടുകാരനാണ്. അതെ. കഴിഞ്ഞ സ്റ്റേജിലെ പരിപാടിക്ക് നീ എന്തിനാടാ ആൾക്കാരോടെ കൂടിയിരുന്ന് കൂവിയത്? അത് കൊള്ളാം. ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൂവിയതുകൊണ്ട് എന്നെ അവരടിച്ചില്ല. ഉറപ്പാണല്ല. അത് ഞാൻ ചോദിക്കാം. നീ കണ്ടതല്ലേ? നീ വെച്ചോ. അതെ, ഇന്ന് വന്നേ. ഇതെങ്ങനെ ശരിയാവും? ഈ ഒരു കൂട്ടി വെക്കുമ്പോ ശരിയാവും. ഇന്നിവിടെ നാടകം നടക്കിയല്ല. അതെ, നിങ്ങളുടെ നാടകത്തിലെ പ്രധാന നടൻ സീരിയൽ താരം പരസ്പര പ്രസാദ് ഇപ്പൊ പമ്പയിൽ കൂടെ നടന്നു പോണത് സീരിയൽ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ എങ്ങനെ ഇവിടെ വരും? അതാണോ? അത് മുമ്പേ ഷൂട്ട് ചെയ്തത്. അതുകൊള്ളു. ഈ പമ്പയിൽ കൂടെ ഇപ്പൊ മുംബൈയിലാണ് ഷൂട്ട് ചെയ്തത്. സത്യം പറ, പുള്ളി പമ്പയിലാണ് മുംബൈയിലാണ്? അയ്യോ, പമ്പയിലും മുംബൈയിലൊന്നല്ല. പ്രസാദ് ഓൺ ദ വേയില. പ്രസിഡന്റ് ഒന്നിങ്ങോട്ട് വന്നാൽ ഇപ്പൊ 8 മണിയല്ലേ ആയുള്ളൂ. രാത്രി 10 മണിക്കല്ലേ നാടകം. അപ്പൊ ഇനി 2 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും? എടോ, അതിനല്ലേ നമ്മൾ ആത്മീയ പ്രഭാഷണം വെച്ചേക്കണത്. എന്നാ പ്രഭാഷകനെ വിളി. ഭക്തജനങ്ങളെ ആത്മീയ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി തൃക്കണ്ണാപുരം വിനോദാഭാസ സ്വാമികളെ വേദിയിലേക്ക് ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നമസ്തേ ശ്രീകൃ. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, എന്താണ് ഈ ആത്മീയത? ഈ ആത്മീയത ശ്രമിക്കാനല്ല ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ള സത്യം എനിക്കറിയാം. കാരണം ഇതിനു ശേഷമുള്ള നാടകങ്ങളുമൊക്കെ കാണാനും ശ്രമിക്കാനുമാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്വാമി മനസ്സിലായ? പിന്നെ നമ്മുടെ നാടകത്തിന് മുമ്പ് എത്രയോ വേദികൾ ഇയാളുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു. എന്താ ഈ നാടകത്തെ പറ്റിയും ഈ നാടക കലാകാരന്മാരെ പറ്റിയും ഞാൻ പറയാതെ പോയാൽ വളരെ പാപമാണ്. ഞാൻ എന്റെ 2-3 സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന് പല ക്ഷേത്രങ്ങളിൽ പോയപ്പോൾ ഈ നാടകങ്ങൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. യാദൃശ്ചികവശാൽ ഈ നാടകം ഞാൻ കാണുകയുണ്ടായി. സത്യം പറയട്ടെ, ഈ നാടകം കാണേണ്ട നാടകമാണ്. ഇതൊരു കുറ്റാന്വേഷണ കഥയാണ്. എന്റെ ദൈവമേ, ഇത് നാടകത്തിന്റെ കഥ തന്നെ പറയുകയുണ്ടോ? ഇതിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, വേലക്കാരനുണ്ട്, നിയമപാലകനുണ്ട്. നാടകത്തിന്റെ തുടക്കം മുതൽ കാണണം. മകൻ വന്ന് അമ്മയുടെ നേരെ ആക്രോശം, ദേഷ്യഭാവത്തിൽ വന്ന് അമ്മയോട് ചോദിക്കുന്നു, പറയൂ എന്റെ അച്ഛൻ ആരാണ്? ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് അമ്മയുടെ നേരെ നീട്ടുമ്പോൾ ദുഷ്ടേ എന്ന് പറയുമ്പോൾ വേലക്കാരി വെടികൊള്ളുന്നു. ഇടയ്ക്ക് ചെറിയ വേലക്കാരിയുടെ നെഞ്ചിൽ ടപാന്നൊരു വെടികൊള്ളുന്നു. അവിടെ പെടഞ്ഞ് വേലക്കാരി വീഴുന്നു. സത്യം പറയാമല്ലോ, ആ നിമിഷം ഈ ഫ്രണ്ടിൽ കിടക്കുന്ന, സംസ്കൃതത്തിൽ പറഞ്ഞാൽ കർട്ടൻ, അങ്ങോട്ട് വീഴുന്നു. അവിടുത്തെ പ്രധാന നടൻ കള്ളത്തൊണ്ടയിൽ പറയും, അല്പസമയം ഞങ്ങൾക്കും വിശ്രമം. എന്തിന് ഇവനെ എറിഞ്ഞിടാൻ നമ്മൾ കഥ മുഴുവൻ പറയുന്നു. ഈ നാടകത്തിൽ അങ്ങനെ 8 ട്വിസ്റ്റുകളുണ്ട്. അങ്ങനെ 7 ട്വിസ്റ്റുകളും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുമുള്ളത് ഒരേ ഒരു ട്വിസ്റ്റാണ്. ആ മകൻ അമ്മയോട് ചോദിക്കും, പറയൂ മാതാവ്, അതായത് പറയൂ അമ്മേ, എന്റെ അച്ഛൻ ആരാണെന്ന്. അതായത് അച്ഛനാരാണെന്നുള്ള ആ മകന്റെ ആ വെപ്രാളം കണ്ട് അമ്മ അവസാന നിമിഷമേ പറയുള്ളൂ കേട്ടോ. ഇത്രയും നേരം പറയില്ല. നാടകത്തിന്റെ ഏറ്റവും അവസാനം ആ അമ്മ പറയും, മകനെ ഇതല്ല നിന്റെ അച്ഛൻ. അപ്പം മകൻ പറയും, ആരാണ് അമ്മേ? പിതാവ്.
പിത്രദുത്രപുത്ര, അതായത് ടെൻഷൻ, വെപ്രാളം അങ്ങനെ ചോദിക്കുമ്പോൾ ആ അമ്മ പറയും നിന്റെ അച്ഛനെ ഈ നിൽക്കുന്ന വേലക്കാരനാണെന്നുള്ള എട്ടാമത്തെ ടിസ്റ്റോട് കൂടി ഈ നാടകം പര്യവസാനിക്കും. ഗണഗുണാന്നൊരു മ്യൂസിക്കും ആവശ്യമില്ലാത്ത കുറെ വയലൻസുകളും ആ ചുവന്ന തുണി വീണ്ടും, അതായത് സംസ്കൃതത്തിൽ പറഞ്ഞാൽ കട്ടൻ അങ്ങോട്ട് വീഴുന്നു. കഥ ഇവിടെ പോകുന്നതാണ്. ഞാനിത് പറഞ്ഞെന്ന് കരുതി ഇനിയിപ്പോ നിങ്ങൾ ഈ ചെവി കൂടെ കേട്ടി ഈ ചെവി കൂടെ അങ്ങോട്ട് വിടുക. ഇത് ഭക്തികളാ നിർഭരമായ ചടങ്ങുകൾക്ക് ശേഷം വെറുതെ ഇങ്ങനെ മഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ നമ്മൾ സ്വഭവനെ മിത്രപുത്രപത്ര, അതായത് സഹിക്കുക, ഉറങ്ങുക, നല്ല ഉറക്കങ്ങൾ കിട്ടട്ടെ എന്ന് ഭഗവാനോട് ഈ തിരുസന്നിധിയിൽ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം വെറുതെ ഇവിടെ ഇരിക്കാതെ എല്ലാവരും എഴുന്നേറ്റ് വീടുകളിലേക്ക് പോവുക. ഞാനിനി കാണാൻ നിൽക്കുന്നില്ല, 8 വട്ടം കണ്ടതാണ്. ഇനി അത് വല്ല പുതിയ ഡിസ്ക് ഒന്നും വരാനില്ല. എല്ലാം നിർത്തുന്നു. എല്ലാം അതോ ഭൂതു ബ്രഹ്മസ്തം. ഭഗവാനേ കുറുമ്പനാണ് കണ്ണൻ, കുറുമ്പനാണ് കണ്ണൻ, കണ്ണനാണ് കള്ളൻ, നീല കമലനയന കണ്ണൻ. ഇനിയിപ്പോ ഞാൻ ഡ്രസ് മാറണോടാ? അതൊക്കെ സീരിയലിനെ വന്നിട്ട് തീരുമാനിക്കാം. സീരിയൽ ഇവിടെ നടന്നതല്ല അറിഞ്ഞ വരുന്ന വഴിക്ക് നാടകത്തിന്റെ കഥ പറയുന്നത് കോളാമ്പിയിലൂടെ കേട്ടു. പിന്നെ തിരിച്ചു പോയിട്ടുണ്ട്. വണ്ടിക്കൂലി വേണ്ടേ? പട്ടിണി ഇടുന്നതിലെന്ത് ബേസിനൊരു കുറവുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. വല്ലതും കഴിച്ചായിരുന്നു? വരുന്ന വഴിക്ക് ഫാസ്റ്റ് ഫുഡ് നന്നായിട്ട് കഴിച്ചു. എന്നാ പിന്നെ പെട്ടെന്ന് തുടങ്ങാം. മാറിക്ക് സാറേ, എല്ലാരും വന്നത്, എല്ലാരും അടുത്തോട്ട് വന്ന നിന്നെ കൂടെ വിളിച്ചു വേണം. കഥ ഇവിടെ സ്വാമി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന നാടകം ചെറിയൊരു മാറ്റം വരുത്തി കളിക്കും. എന്താ മാറ്റം? ഇങ്ങനെ കളിക്കുന്നു. അപ്പൊ എല്ലാരും ഓക്കെ ആണല്ലോ? എന്തോന്ന് പ്ലെയർ പെട്ടെന്ന് നാടകം ആൾക്കാരൊക്കെ വായിച്ചിട്ടിരിക്കുന്നു. തുടങ്ങാം. ഭക്തികാരോടാ. ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ നമാമി. അയ്യോ, പൊന്നമ്മ ചേച്ചിക്ക് എന്ത് പറ്റി? പൊന്നമ്മയ്ക്ക് എന്ത് പറ്റി? പൊന്നമ്മയ്ക്ക് നിങ്ങൾ ആരും പേടിക്കേണ്ടത്. ഇവിടുത്തെ ദേവി വിളിച്ചാ വിളിപ്പുറത്താ. ആ ദേവി അംഗീകരിച്ചാ പിന്നെ അല്ലാതെ നീയെന്തിനാ തുള്ളിക്കൊണ്ടിരുന്ന ചേച്ചി അടിച്ചത്? അത് കൊള്ളാം. എരുത്ത് കമ്പിക്കാർ ചവിട്ടി കറണ്ട് അടിച്ചിട്ട് അനുഗ്രഹം കിട്ടിയത്. ഏതായാലും നാടകം തുടങ്ങി. അടുത്ത വലുത് നാടുകുമാരി. അവൻ കുട്ടികളല്ലേ, അമ്മ അതൊന്നും കാര്യമാക്കണം. ആ ശരി സമ്മതിച്ചു. അതിനെന്തിനാ ഇങ്ങനെ അഡ്വാൻസ്? അതിങ്ങനെ തന്നേക്ക്, ഞാൻ സൂക്ഷിച്ചോളാം.
പറഞ്ഞാലോട് നമ്മളെ നീലിന്ന് പഠിക്കണ്ടില്ല. നീലിനെയോ? നീലിയുടെ അനിയത്തി പ്രസവിച്ചെന്നെ അതിന്റെ സങ്കടത്തിൽ വീട്ടിൽ കുത്തിയിരിക്കുക. പ്രസവിച്ചിട്ട് എന്തിനാ സങ്കടപ്പെട? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ അറിഞ്ഞില്ലേ ഓളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നീലിയെ ആരാളെന്ന് വിളിയോ അതുകൊണ്ടോ ആ കുടുംബത്തെ മോൻ ചേട്ടനാ പറയുന്നേ. എന്ത് അസംബന്ധമല്ലേ അവിടെ അർത്ഥം കാണിച്ചു വെച്ചത്? നിങ്ങൾക്ക് ഇത് അസംബന്ധമായിരിക്കും, അവർക്കത് സംബന്ധമാണ്. എല്ലാവരും കൂടെ അങ്ങനെ തമ്പരാമനുണ്ട് പണിയാണ് വെക്കും. ഒരു കാര്യം ചേർത്ത് കാലയിലും മേത്തും ശരിക്കും വെക്കും. ഇവിടെ ഭയങ്കര പണിയാണ് തിരുവേനി വല്ലാത്ത വിശപ്പ്. ഇല്ലത്തെ ചെന്നിട്ടാവാ ഷാപ്പാട്. എന്നാ നടക്കുക. കണ്ടോ ആ തമ്പ്രാട്ടിക്കുട്ടിയെ? അറിയോ? ഇല്ല. അറിയില്ലേ? പരസ്യമറിയില്ല തമ്പ്രാട്ടിക്കുട്ടിയാ. എന്താ കാണാനൊരു സംഭവം. തമ്പ്രാട്ടിക്കുട്ടിക്ക് ഈ ആളെ മനസ്സിലായോ? നമ്മുടെ കാര്യത്തില ബഹു എടുക്കണ ഇയാൾ കൊടുത്തിരിക്കുന്ന ഈ മുണ്ട് കണ്ടോ? ഇതേ എന്റെ മുണ്ട, ഞാൻ കൊടുത്ത മുണ്ട. എങ്ങനെയുണ്ട്? തിരുമേനി എന്നെ നാണം കരുത്ത കൂടെ കൊണ്ട് നടക്കുവാണ്. എന്താ ഈ മുണ്ട് തിരുമേനി തന്നാന്ന് പറഞ്ഞാൽ എനിക്ക് മാനക്കാരല്ലേ? ഓഹോ ഇല്ലേ, മുണ്ടിന്റെ കാര്യം മിണ്ടണ്ട. തിരുമേനി മുണ്ടാന്ന് ദൈവത്തോട്ട് ഇല്ല, പറയണില്ല. പ്രശ്നം തീർന്നില്ലേ? എന്താ ഓടിപ്പോയാ? എന്താ ഓടിപ്പോയത്? തിരുമേനി അത് പഠിപ്പിക്കുന്ന കാര്യമല്ല. നിസ്സാരം ഉണ്ടല്ലേ? അയ്യോ, ഓന്തിനെ നിസ്സാരമായിട്ട് കാണും കേട്ടോ. ഈ ഓന്തെന്ന് പറഞ്ഞ ആരാ? ആരാ? ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങിപ്പോയ സാധനല്ലേ ഈ ഓന്ത്. ഇന്നെന്താ ഭാരത പണി കാണാൻ വേണ്ടിയാണോ? ധാരാളം കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ. എന്താ കുട്ടിയുടെ പേര്? അനന്തലക്ഷ്മി. എന്താ ഭംഗിയുള്ള പേര്. അനന്തലക്ഷ്മി, ഈ വിദ്വാന്റെ മുണ്ട് കണ്ടോ? എങ്ങനെയുണ്ട്? തിരുവേലി നന്നായിട്ടുണ്ടല്ലേ? ഇതേ ഇയാളുടെ മുണ്ട് തന്നെ കേട്ടോ. തിരുമേനി ഇല്ല, ഇനി പറയണില്ല. എന്താ പ്രശ്നം തീർന്നില്ലേ? മിണ്ടല്ല. എന്നാ പിന്നെ അവിടെ നടക്കുക. ആയിക്കോട്ടെ. പാടത്തെ പണി എന്തായാലും നോക്കാം. തകൃതിയായിട്ട് പണി നടക്കണ്ടല്ലോ. നിങ്ങൾ വരിക. നിങ്ങൾ വരിക. എന്താ ഈ മുണ്ടപ്പാടത്തെ പണിയൊക്കെ തീരാറായോ? എല്ലാം ഇപ്പൊ ചെയ്തോക്കുക. മാറിക്ക. എന്താ ഈ വിദ്വാൻ കാട്ടണേ? തമിഴെ വേണ്ടില്ല, ഞാൻ ചക്രം ചവിട്ടു. എന്നിട്ട് ചക്രം വെള്ളത്തിൽ മുട്ടിട്ടില്ലല്ലോ. വെള്ളത്തിൽ മുട്ടിയ ഭയങ്കര പാറ ചവട്ടെ. എന്താ ഇങ്ങനെ നടക്കണേ? ചക്രം ചവിട്ടില്ലേ? കുറച്ച് കഴിയുമ്പോ മറക്കുവാണ്. വരിക. ഈ വിദ്വാന്റെ മുണ്ട് കണ്ടോ? എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ. ഇതേ എന്റെ മുണ്ടുമല്ല, ഇയാളുടെ മുണ്ടുമല്ല. എന്താ ഈ കാട്ടണേ? മുണ്ടെടുത്ത് കൊടുക്കുക. എനിക്കുണ്ടല്ല. ആ മുണ്ടെടുത്ത് കൊടുക്കുക. ഞാനൊരു മുണ്ട് തന്നെ വിധിയാ. പറയാനായിട്ട് നാട്ടിൽ ഒരു മനുഷ്യനില്ല. എനിക്ക് മുണ്ട് പറയാൻ പുരില്ല. അമ്മാനെ പറഞ്ഞ് മുണ്ടെടുത്ത് കൊടുക്കുക. നീ മുണ്ടിനെ കുറിച്ച് മിണ്ടുവാ. ഇല്ല, പറയില്ല. ഉറപ്പാണ് പറയില്ല. സമാധാനായി മാനം രക്ഷിച്ചു. ആരാ അവിടെ ആ വാഴയെ കുറിച്ചിട്ടിരിക്കണേ? പാനോ? എന്തിനാ വാഴയെ കുറിച്ചിട്ടിരിക്കണേ? അമ്പലല്ലേ എന്നോട് പറഞ്ഞ് എല്ലാത്തിനും താങ്ങ് കൊടുക്കണമെന്ന്. ഞാൻ എല്ലാത്തിനും താങ്ങ് കൊടുത്തപ്പോഴാ ഈ ഒന്നും കൂടെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ മാണം പ്രസവിച്ചു. അങ്ങനെ വീട്ടിൽ ഒരക്ഷരായിരിക്കുന്നു. എല്ലാവർക്കും അതിനോട് കൊടുക്കുക. തിരുവനി മാണെന്ന് പറഞ്ഞ ഇന്നത്തെ പശുവ. അല്ല കൊച്ചിരാമ, എനിക്കൊരു സംശയം. ഈ പശു എങ്ങനെയാ പ്രസവിക്കുന്നത്? അതറിയില്ലേ? ഇല്ല. ആദ്യം തല വരും, പിന്നെ ഉടലി വരും, പിന്നെ കാല് വരും, അവസാനം വാല് വരും. ശിവ ശിവ. എന്താ തിരുവനി ഇത്ര ആലോചിക്കുന്നേ? അല്ല, ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് എപ്പോഴാണാവോ ഒരു പശുവാക്കണത്? എന്താ ഇവിടുത്തെ പണിയൊക്കെ തീരാറായല്ലോ? പണ്ട് നിഷേധമായി. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ അച്ഛൻ തിരുമേനി ഉണ്ടാകുമ്പോ പാടത്തേക്ക് വരാറേ ഇല്ല. അച്ഛൻ തിരുമേനിയുടെ മരണശേഷം എല്ലാ ഉത്തരവാദിത്വം എന്റെ ചുമലിലായില്ലേ? അത് നമ്മുടെ ഈ അച്ഛനിരുമേനി എങ്ങനെയാ മരിച്ചത്? അതൊരു വലിയ കഥയാ. പറഞ്ഞുതരാം. അച്ഛൻ തിരുമേനി ഒരു ദിവസം കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയി. അബദ്ധത്തിൽ കാല് വഴുതി പുഴയിൽ വീണു. പുഴയിൽ വീതം നീന്തി കരക്കി എറിയുന്നപ്പോ നമ്മുടെ മേലക തിരുമേനി അല്ല വരികയുണ്ടായി. അച്ഛൻ തിരുമേനിയുടെ ഒറ്റ ചോദ്യ, എന്താ പറ്റിയത്? അച്ഛൻ തിരുമേനി ബുദ്ധിമാനാണല്ലോ. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അച്ഛൻ തിരുമേനി വീണ്ടും പുഴയിലേക്ക് ഒറ്റ
തിരുമേനി രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നുമല്ല. എന്താ കുട്ടിരാമ പലഹാരം? അല്ലല്ല, ഒരു പലഹാര കച്ചവടക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പലഹാരമേ പലഹാരം. കൊണ്ടുവരിക അവിടെ വയ്ക്കുക. ഈ വട്ടിക്കകത്ത് ഈന്തപ്പഴമുണ്ടോ? ഇല്ല നമ്മ കാവർത്തമുണ്ട്. എങ്കിൽ ലേശം എടുക്കുക. ഈ ഈന്തപ്പഴത്തിന്റെ കായ പുറത്ത് 100 രൂപ കഴിച്ചിട്ടില്ല. അല്ല, ഈ വിദ്വാനെതിരും ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. തെക്കുംഭാഗത്ത് ശങ്കരന്റെ മൂത്ത മോനാ. ശിവ മനസ്സിലായിരിക്കണോ? അത് തനിക്കൊരു ഉടപ്പുറന്നല്ലോ. ഒരു സുന്ദരി കുട്ടി. എന്താ അവളുടെ പേര്? രാധ. രാജകടി ആ സുന്ദരി കുട്ടിയെ നോമൊന്ന് തിരക്കിയായിട്ട് പറയുക. നോം ഒന്ന് തിരക്കിയതായെന്ന് പറയുക. അതെ, ആ സുന്ദരി കുട്ടി ഇപ്പൊ എവിടെയുണ്ടോ? 5 വർഷം മുമ്പ് ഭർത്താവിനെ വെട്ടിക്കൊന്ന് നാട് വിട്ടു പോയതാണ് നമ്പർ. ഇതുവരെ തിരിച്ചു വന്നില്ല. ശിവ ഇവ നിൽക്കുന്ന എന്താ തമ്പ്രാട്ടുകുട്ടി പാർവതി നടത്തുമ്പോൾ കുളത്തിൽ വീഴുന്നു. ശിവ എന്താ ഈ കേൾക്കണ്ട? ഇനി എന്താ ചെയ്യുക? കുട്ടിയാമ്മ പോയി രക്ഷിക്കുക. നിങ്ങൾ അറിയത്തില്ലല്ലോ. ദേവൻ ഇങ്ങനെ വരിക. ദേവൻ പോയി തമ്മിലേക്ക് രക്ഷിക്കുക. ഏത് തീണ്ടതല്ലേ അമ്പ്ര? തീണ്ടതായും കുഴപ്പമില്ല, തോണ്ടാതിരുന്നാ മതി. മെല്ലെ ഇറങ്ങുക. ഇവിടെ മാറിക്കുക. മെല്ലെ ഇറങ്ങുക. മെല്ലെ കേൾക്കുക. മെല്ലെ കഴിക്കാനില്ല. എടുക്കുക. എടുത്ത് കേൾക്കുക. കൊണ്ടുവരിക. മെല്ലെ കൊണ്ടുവരിക. കൊണ്ടുവരിക. ശിവ എന്താ ഈ കാണുന്നത്? അവിടെ എത്തുക. എങ്ങനെയുണ്ട്? തമിഴ്നാട്ടിൽ കുടിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ ഉണ്ടാവും. പേടിക്കൊന്നുമില്ല അമ്പ്ര. ഇല്ല ഒന്ന് മാറും. തമ്പ്രാട്ടുകുട്ടിക്ക് നല്ല ക്ഷീണമാണ്. താൻ പോയി കരിക്കിട്ട് കൊണ്ടുകൊടുക്കുക. ആയിക്കോട്ടെ, ഒരു ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. പറ്റിയുള്ള സ്ഥലമല്ലേ, ഒരുപാട് ഓടിക്കളിച്ച് നടക്കണ്ട. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതി. അവിടെ തന്നെ ഇരുന്നോളുക. ചാക്കുട്ടി ഇവിടെ വരിക. മുണ്ടോപ്പാടത്തെ പണിയെല്ലാം തീർന്നോ? പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുണ്ടപ്പുറത്ത് ചെറുകടി ഒന്ന് മുറിക്കാൻ മതി. മലക്കുള്ള ബോർഡ് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവിടുത്തെ പണി അങ്ങോട്ട് തീർക്കുക. എല്ലാവരും വന്നോളുക. അവിടെ വെച്ച് എന്നെ എങ്ങനെയാ കുടിക്കാത്തയാ? അതിങ്ങനെ എടുക്കുക. വേണ്ട അമ്പ്രാട്ടി, ഏത് തീണ്ടലില്ല അമ്പ്രാട്ടി. കുളത്തിൽ വീണ് എന്റെ ജീവൻ രക്ഷിക്കാൻ ദേവന് തീണ്ടലില്ലെങ്കിൽ എന്തിനാ ഇതെടുത്ത് തരാൻ മടിക്കണേ? എടുത്തു തരിക. വേണ്ട അമ്പ്രാട്ടി. എടുക്കുക. അമ്പ്രാട്ടി, ഈ തേവന ഒരു കൂട്ടം ചോദിച്ചതാ. ചോദിച്ചോളൂ ദേവ. തില്ലത്തീന്ന് ഒരു വലിയ ഉമ്പ്രാൻ അമ്പ്രാട്ടി വേലി വയ്ക്കാൻ പോകുന്ന കേട്ടു. നേരാണ് അമ്പ്രാട്ടി? നേരാണ്. പക്ഷെ എനിക്ക് ആ വേല തീരെ ഇഷ്ടമില്ല. ഒക്കെ അച്ഛൻ തമ്പുരാന്റെ നിർബന്ധമാണേ. അവരൊക്കെ തറവാട്ടുകാരല്ലേ അമ്പ്രാട്ടി? ഒക്കെ തറവാട്ടുകാരൊക്കെ ശരി തന്നെയാ. പക്ഷെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ല അച്ഛാ. അപ്പൊ എന്റെ അമ്പ്രാട്ടി കുട്ടിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ്? മനസ്സിലെന്താണ്? എന്നാ പറ, ആരാ? എന്റെ തമ്പുരാൻ ഇതാണ്. സ്നേഹമാകുന്ന എന്റെ അരിവാൾ കൊണ്ട് ഹൃദയമാകുന്ന ദേവത നെൽക്കലും നീ കൊണ്ടെടുത്തോട്ടെ. ഇതെന്നാലും വല്യമ്പഴം നടത്തി കഴിഞ്ഞാൽ കൈപ്പത്തിൽ വരുന്ന ചുറ്റിയുണ്ട്. അമ്പഴാന്റെ തലക്കരിച്ചിട്ട് ഏത് നക്ഷത്രം ഇടുമ്പോ എന്നിട്ട് വേണം എന്റെ കഞ്ഞിക്കൂടെ താമര പിടിക്കുക. അതൊരു വേണ്ട. ദേവന് കമ്മ്യൂണിസ്റ്റ് ആയിക്കൂടെ? കമ്മ്യൂണിസ്റ്റായ സ്വീകരിക്കാൻ മാത്രമല്ല പ്രതികരിക്കാനുള്ള ധൈര്യവും കിട്ടും. ആണമ്പഴത്തെ ഏത് അക്ഷരവും അറിയില്ലല്ലോ അമ്പഴത്തി. അതിനെന്താ ദേവ? അതൊക്കെ ഞാൻ പഠിപ്പിക്കാം. ആ കൈ ഇങ്ങോട്ട് കാട്ടൂ. എന്താ പ്രതി? ടാറ്റ. എന്താ പ്രതി? പണ്ട് ദേവ. ആഹാ, എന്താ ദേവ ഇത്? ഏത് സമയം നീ അരിവാൾ കൊണ്ട് നടക്കുന്നത്? അമ്പഴത്തി, അമ്പഴത്തിക്ക് അരിവാളായിരിക്കും. തേവനത് ജീവനാ, ജീവന്റെ ജീവനാ. ശരി ശരി ശരി, സമ്മതിച്ചിരിക്കുന്നു. ഞാൻ അക്ഷരം എഴുതിക്കാം. വലിയ ദേവ ഇങ്ങനെ അമ്പഴത്തി
ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ എഴുതി ഇത് വൈകാണ്ട് ആഹാ ദൈവം പഠിച്ചുല്ലോ. ഞാൻ പഠിച്ച അക്ഷരങ്ങളൊന്ന് പറഞ്ഞു. അമ്മച്ചി നാല് ചോക്കാണ് എന്ത് ഞാൻ ആ അമ്രാറ്റ് കുട്ടിയെ കല്യാണം കത്തി കഴിഞ്ഞ അമ്മച്ചി പിന്നെ ആരാ വലിയമ്രാട്ടി അമ്മച്ചി ഇങ്ങനെ കഴുകി മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് ഇതിനകത്ത് മുല്ലപ്പൂക്ക് അങ്ങോട്ട് ചൂടി കാതിലുള്ള സ്വർണ്ണത്തിന്റെ വലിയ കമ്മലൊക്കെ അങ്ങോട്ട് ഇട്ട് കയ്യിൽ തുറന്ന വളയൊക്കെ ഇട്ട് നല്ല മേമ്പൊക്കെ അങ്ങോട്ട് ചുറ്റി അടുപ്പത്തേക്ക് കെട്ടി പല്ലത്തിൽ അമ്മച്ചി മുണ്ടവും പാടത്തെ ചേട്ടിൽ പണിക്കാരുടെ കാര്യം നാലഞ്ച് നോക്കിയാണ് ഇത് കേട്ട നിങ്ങള് പറയുന്നത് കേട്ടാ തൊയ്യാൻ വെച്ചല്ലോ അവനോ പോകയില്ല അതിന് കൂടെ നിയമം കുറിച്ച് കേട്ടോ എല്ലാവരും രണ്ടു പറ്റേ അമ്മ എന്ത് എന്ത് മുത്തേ ഒന്നും കൂടെ ആലോചിച്ച് നോക്കാൻ ഞാനും അമ്പാറ്റിക്കുട്ടി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് മുന്തവും പാടത്ത് വരമ്പിലൂടെ ഇങ്ങനെ കൈകൊട്ട് പിടിച്ചു വരുന്ന ആലോചിച്ച് നോക്കിയാണ് അപ്പൊ ഈ മാളോട് എന്തു പറയും നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്ക് വെച്ചൂന്ന് പറയും അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്പ്രാട്ടിക്കുട്ടി നല്ല വെളുത്ത് പൂവമ്പഴം പോലെ ഇരിക്കല്ലേ അമ്പ്രാട്ടിക്കുട്ടി പൂവം പോലെ ഇരിക്കുന്ന അമ്പ്രാട്ടിക്കുട്ടിക്കും എന്റെ ബുദ്ധിയും കൂടെ ചേരുമ്പോ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായ അതിനെ എന്ത് പേര് വിളിക്കും ബുദ്ധി നിന്റെ അല്ല അപ്പൊ മന്ദബുദ്ധിന്ന് വിളിക്കാം രാത്രി ഇവിടെ എത്ര ഉണ്ടാക്കി വെക്കുമെന്ന് എനിക്കറിയാം അപ്പ ഇങ്ങനെ ഇരിച്ചു കഴിഞ്ഞാൽ അപ്പനാരും കൊല്ലേണ്ട കാര്യമില്ല അപ്പൊ താനേറ്റ് അവളെ വരുന്നുണ്ട് എന്റെ തുടർന്ന് തരുമല്ലോ ഇല്ല ഈ കുടിയിൽ ഞാൻ നിൽക്കില്ല നമ്മളൊക്കെ എല്ലാം വന്ന് നമ്മളെ കുടിക്ക് തീയും വെച്ച് നമ്മളെ വെച്ച് നമ്മൾ അവിടെ പോയി കിടക്കും ഇതിനോട് പറഞ്ഞാൽ മനസ്സിലാവോ ഞാൻ വന്ന് മക്കൾ കെട്ടും ചാവോ അപ്പ തൂങ്ങിച്ചാവില്ലപ്പാ അപ്പൊ തൂങ്ങിച്ചാവല്ലോ കണ്ട നമ്മുടെ മുത്തിന്റെ സ്നേഹം കണ്ട സ്നേഹം കണ്ടൊന്നുമല്ല ഈ അപ്പൊ മരത്തിന് മുകളിൽ ഒറ്റത്തോടത്തോടെ തൂങ്ങിക്കുന്ന കാലം ഈ ക്ഷേമം വഹിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട
നിന്റെ മുമ്പ് ഞാൻ മറക്കോളാം. പക്ഷെ മുത്താണ് വിളിക്കുന്നത്. നമുക്ക് മുത്തു ഇതമ്മേ ഇങ്ങോട്ട് നോക്കിയേ, നമ്മളെ മുത്തല്ലേ. ഓ എന്താപ്പാ എന്നാടാ? ആ ഞാൻ കുറെ നാളോളം ചോദിക്കണമല്ലപ്പാ. എന്റെ മുത്തിനുണ്ടോ? ഏയ് അപ്പൻ ഇങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാക്കന്മാർക്ക് വലിയ വലിയ ആൾക്കാരാണ്, നമ്മളൊക്കെ അറിയാന്മാരല്ലേ, നമ്മൾ നമ്മുടെ നിലവിലെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പാടാത്തത്? അതുകൊണ്ടല്ലേ എന്റെ മുത്തിന്റെ അപ്പനടിച്ചത്, അല്ലാണ്ട് ക്രേപ്പറുകൊണ്ടാണല്ലേ മുത്ത്. ഈ മുത്തിന് ഭയങ്കര സംശയപ്പാ. സംശയ അത് ചോദിച്ചു അപ്പ പറഞ്ഞു തരുമല്ലോ. അപ്പൊ അപ്പൊ പറഞ്ഞു എന്റെ മുത്തിന് തമ്മിലൂടെ അപ്പൊ പറഞ്ഞു ഞാൻ എങ്ങനെയപ്പോ ഉണ്ടായി? ഈ ചെപ്പനെന്റെ പറയുന്ന ഒരു ഗുണം കിട്ടും, അറിഞ്ഞെടുക്കും. അതായത് പാടത്തിന് കൊയ്ക്കിറങ്ങും മുട്ടക്കാട്ടിലൊരു മഴയുന്നു. മഴ ആ മഴയില് മഴവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പാടി വരുവാ. കല്ലുകുട്ടി മഴയാന്ന് പറയും. ആ മഴ വന്നു കഴിഞ്ഞാൽ കല്ലുകുട്ടി പോകും. ആ മഴത്ത് ആ പാച്ചിൽ ഇങ്ങനെ അപ്പം നോക്കുമ്പോ ആ വെള്ളത്തിൽ നിന്ന് കൊട്ട വഴി വരുവാ. വെള്ളിക്കാട്ടെന്നൊരു കൊട്ട. അപ്പൊ ആ കൊട്ട നോക്കിയപ്പോ കറാത്ത ചെറുക്കൻ. ആ ചെറുക്കനാണ് ഇതൊരു സംശയപ്പോ. ഇതേ സംശയം. അപ്പനെങ്ങനെ എപ്പോ എന്നെ പറ്റില്ല, നീ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേ. അതേപ്പാ ഞാനെന്റെ ആദായനായത്, അതായത് കിഴവിക്കാവിലെ പൂരത്തിൽ ചെന്നു ഇതുപോലെ മുട്ടക്കാട്ടിലൊരു മഴ വന്നു, വെള്ളപ്പൊക്കം വന്നു. അപ്പൊ വെള്ളിക്കാട്ടിലൊരു കൊട്ട ഇതുപോലെ ഒഴി വന്നപ്പോ വീണ്ടും കൊട്ട, ആ വീണ്ടും കൊട്ട. അപ്പന്റെ അപ്പം നീതി ചെന്ന് കൊട്ട എടുത്തിട്ട് തുറന്നു പൈകത്തിൽ ചുണ്ടരക്കാട്ടം കൊട്ട. അതറിയാം ഇല്ലേ മുട്ടക്കാട്ടം മഴയാ വല്ലെന്ന് തോന്നുന്നു കേട്ടോ. നീ പോരെ ആ മഴ 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 നിന്റെ കേൾപ്പടി കൊണ്ട്. അപ്പാ മുട്ടക്കാട്ട് മഴയില്ലപ്പോ അല്ലേ? അയ്യോ ഇത്രയും വലിയ കൊട്ടയമാണ് വന്നാലാ എനിക്കൊരു തുന്തരം വാഴ കിട്ടത്തില്ലേ? എനിക്കും അപ്പാ അതുകൊണ്ട് നിൽക്കപ്പാ താത്തന്റെ ഒരു കാര്യമല്ല. നീ കഞ്ഞി കുടിച്ചോ ഇല്ല മക്കളെ കഞ്ഞി കുടിക്കുക. നീര് മഴ തലക്കൂന്ന് തോന്നുന്നു കേട്ടോ. ആ പെരയുടെ ചോറ്റ മാറാൻ ചട്ടിയൊക്കെ വിളിച്ചു. ഈ പെരയുടെ ചോച്ച മാറണമെങ്കിലേ ഈ പെരയുടെ അത്രയും ഉള്ള ഒരു ചട്ടി വേണം. അത് തന്നെ കേട്ടോ. അപ്പനെ അങ്ങനെ പറയും, അപ്പന്റെ സ്വഭാവം അങ്ങനെയല്ലേ. അപ്പാ ഞാൻ നമ്മൾ ഇത്രയും തന്നോട് കുടുംബം ഈ ഇവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. അതല്ലേ എന്റെ മുത്ത അപ്പൻ ഇങ്ങനെയൊക്കെ നിന്റെ വഴക്ക് പറയാം. അറിയാ ഈ അമ്മക്ക് പറയട്ടെ, എനിക്ക് ആ താഴാത്ത പാടാനുള്ള പാട്ടൊന്ന് പരിസരം പറയപ്പാ. ആ പാട്ട് എന്റെ മുത്തിന്റെ ആഗ്രഹമല്ലേ നീലി, ആ പാട്ടൊന്ന് പാട്ട് കൊടുക്കും. പാടണോ? ആ പാടില്ല. പാടമ്മേ. Thank you.
വേഗം വന്നോളൂ, അമ്പലം മടയിൽ എത്തിയിട്ടുണ്ട്. തിരുമേനി മട ഉറയ്ക്കുമെന്ന് തോന്നുന്നില്ല. കാലവർഷം കല്ലുതുള്ളി വരികയാണല്ലോ കൊച്ചുരാമ. ഇനി എന്താ ചെയ്യുക? തിരുമേനി ഇനി മട ഉറക്കണമെങ്കിൽ ഒറ്റ വഴിയും മടയ്ക്ക് മനുഷ്യക്കുറിപ്പ് നടത്തണം. എന്താ താനീ പറയണേ? മടയ്ക്ക് നമുക്ക് തേവന കണ്ട അവൻ അവിടെ തന്നെ ചവിട്ടി താഴ്ത്തി മട ഉറപ്പിക്കുക. അങ്ങനെ അവൻ മൂലം തിരുമേനിക്കും ഇല്ലത്തിനുണ്ടായ മാനക്കേട് മാറും, മടയും വലയ്ക്കും. ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല തിരുമേനി. കരയിൽ കാട്ടും ഉടയവർ തന്നൂടെ കരളിൻ വിതേക്കുപോലെ ഇടിവെട്ടുന്ന ഏതൊരു കുഞ്ഞു പോയിട്ട് തോന്നി നേരമായി നിങ്ങൾക്ക് ഒന്ന് പോയി നോക്ക് മനുഷ്യനെ. നീ കിടന്ന് പിഴക്കാതെ എന്റെ പാലത്തൊപ്പിന്നത്. എന്താ മനുഷ്യനെ നിങ്ങൾക്ക് നേരത്തെ പറ്റി? എല്ലാവരും പറയും എന്നെ കിടന്നിട്ട് കണ്ണുമുട്ടായത് തീരുവാണെന്ന് തീരക്കാൻ സ്വയം ചാടിയതാണെന്ന്. അതെ, എന്റെ ദൈവം രക്തസാക്ഷിയാ. രക്തസാക്ഷിക്ക് മരണമില്ല. ഇനി മുതൽ ഇതെന്റെ ജീവനാ, എന്റെ ജീവിതമാ, ജീവിതമാ, ജീവിതമാ. മനത്തിലെന്താണ് മനത്തിലെന്താണ്